ഹലോ അസ്സലാമു അലൈക്കും. ഇപ്പം നമ്മളൊരു അടുത്തുള്ള ഒരു അയൽവാസിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകണം കേട്ടോ. അവിടെ ഒരുപാട് പടവലങ്ങയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. കൃഷി ചെയ്തിട്ട് വലിയ പടവലൊക്കെ ഉണ്ട്. പോയി കാണാൻ പോയതാ. കണ്ടു നോക്കുമ്പോൾ ഞാൻ അന്തം വിട്ടു. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ഒരു ഹൈറ്റുള്ള, ഇത്ര വലിപ്പമുള്ള ഒരു പടവലം കാണുന്നത്. ഞാൻ പറയുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ പടവലം എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. അയൽവാസികളാണെങ്കിലും അവിടെ എല്ലാവരൊന്നും ആരും ഇത്ര ഒരു ഹൈറ്റില്ലേ കണ്ടിട്ടില്ല. എൻ്റെ അത്രയും പിന്നെ അത്രയും കൂടി ഹൈറ്റ് ഉണ്ട്. ഇത് പിന്നെ കാണാൻ വേണ്ടിയിട്ട് കൃഷി ഓഫീസിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വന്ന് വീഡിയോ ഒക്കെ എടുത്തിരുന്നു. കാണാൻ ഇഷ്ടംപോലെ ആളുകൾ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫസ്റ്റിലെ കുറച്ച് ഇതിലും വലിയ പടവലൊക്കെ പറിച്ച് അയൽവാസികൾക്കും കുടുംബക്കാർക്കും കൊടുത്തു എന്നാണ് അവർ പറയണത്. അവിടുത്തെ അമ്മ അവിടെ പുറത്തിരുന്ന് വർത്താനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ അത് ശരിക്കും മൂപ്പായിട്ടില്ല എന്ന് പറഞ്ഞു. ഇത് ഇനി മൂപ്പാവാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ കാണാൻ തന്നെ ഭയങ്കര മുറ്റത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. മുറ്റം ഫുള്ള് ഇതിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. കാണാൻ പക്ഷേ ഇതിലേറെ കൂടുതലുണ്ടായിരുന്നു. കുറേ പോലെ പറിച്ചു എന്നാണ് പറയണത്. പിന്നെ മഴ കാരണം ഇലയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളാരും ഇതിലേറെ ഹൈറ്റ് അല്ലെങ്കിൽ ഇതിലേറെ വലിപ്പമുള്ള എന്താ പറയുക പടവലം കണ്ടിരിക്കണേ കമൻറ്റ് ചെയ്യുകൊണ്ട്, സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യുകൊണ്ട്. പിന്നെ ഇത് നമ്മളെ ഇവിടുന്ന് ലേശം കുറച്ച് ദൂരമുള്ളൂ കേട്ടോ, വലിയ ദൂരമൊന്നുമില്ല. ഞങ്ങളിത് അറിഞ്ഞപ്പോൾ ഞങ്ങൾ പോയാണ്ട് കാണാൻ പോയതാണ്. അപ്പോൾ പിന്നെ വീഡിയോ എടുത്ത് കാണാത്തവർ കാണാമല്ലോ. കാരണം ഇത്രയൊക്കെ വലിപ്പമുള്ള പടവലം എന്നൊക്കെ പറഞ്ഞാൽ നല്ല അത്ഭുതം തന്നെയല്ലേ. നല്ല ഒരുപാട് എന്താ പറയുക, ഒരു 2.5 മീറ്ററൊക്കെ ഉണ്ടാവും. അമ്മ അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നല്ല അത്ഭുതമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണതൊക്കെ ഒരു എന്താ പറയുക ഇത്രയൊന്നും ഉണ്ടാവില്ലല്ലോ, ചെറുതൊക്കെ അല്ലേ കാരണം. ഇനിയിപ്പോൾ എത്ര ഹൈറ്റ് പോയാലും ഇത്രമാത്രം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ആ കുഴിച്ചിട്ട ഭാഗം ഉണ്ടാവുമല്ലോ, തൈ വെച്ച ഭാഗം, അവിടെ വെറും മണ്ണും മണലും അതേപോലെ വളപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് ഓല് വളമായിട്ട് ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞത്. കണ്ടില്ലേ, അവിടെ കാണുന്നുണ്ടല്ലോ. ഇതാണ് എൻ്റെ അടിഭാഗം കേട്ടോ. ഈ ഒരു സാധനത്തിന്മേൽ ഇത്രയും പടവലം ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് വളമായിട്ട് ഇംഗ്ലീഷ് വളമൊന്നും ഉപയോഗിക്കില്ല, വെറും വളപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളത്. മണലും മണ്ണും ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വെണ്ട ഇവർക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഒരു പറിച്ചു പറഞ്ഞു. പിന്നെ അതേപോലെ ഈ പടവലാണ് ഇപ്പോൾ കൂടുതലായിട്ട് ആളുകൾ കാണാൻ വന്നുകൊണ്ടിരിക്കേണ്ടത്. ഇഷ്ടം പോലെ ആളുകൾ കാണാൻ വരുന്നുണ്ടത്. ഒരു പടവലം ഒരു 4 പേരേക്ക് 4 പേരക്കാർക്ക് തന്നെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ വിത്ത് തരുമോ എന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിരുന്നു. വിത്ത് കിട്ടാൻ വഴിയുണ്ടോയെന്ന്. വിത്തിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടില്ല. കാരണം ഇത് വിത്തായിട്ട് പോലും വെച്ചിട്ടില്ല. ഇനി ഇത് കുറച്ചായിട്ട് വേണ്ടേ വിത്തൊക്കെ ചോദിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ. കാരണം നമുക്ക് ഇത്ര മാത്രം ഇത് വലിപ്പം വെക്കുമെന്ന് അറിയില്ല. അതിൻ്റെ വളപ്പൊടിയും വളമൊക്കെ എങ്ങനെയാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് വെറും വളപ്പൊടി മണലും മണ്ണൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ ഓരോ വീട്ടിൽ കയറിയാണ് കുറേ കരകൗശല വസ്തുക്കളുണ്ട് കേട്ടോ. ഓരോ മകനുണ്ടാക്കിയാണ് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതൊന്ന് കാണട്ടെ വിചാരിച്ചു. കാളവണ്ടി ഇതൊക്കെ സ്വന്തം ഉണ്ടാക്കിയാണ് കേട്ടോ.
മരം കൊണ്ട് തന്നെ കൈകൊണ്ട് ഉണ്ടാക്കിയാണ്. പിന്നെ ഇത് കണ്ടില്ലേ, കൊറോണ. ഇതല്ല കൊറോണ, ഇത് മറ്റേതാണ്, ഏർമാടാണ്. ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കാനൊരു കഴിവേ. ഇവർ പുതിയ വീട് വെച്ച് മാറുമ്പോൾ പൊടിയൊക്കെ തുടച്ച് ഗ്ലാസ്സിൻ്റെ ഉള്ളിലൊക്കെ വെക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ വീട്ടിലെ ചേച്ചിയൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. കാരണം ഇവിടെ പൊടി പിടിച്ചാണെന്നാണ് പറയണത്. ഇതൊക്കെ കൊറോണ സമയത്ത് ഉണ്ടാക്കിയതാണത്രേ. കാരണം ഫ്രീ ആയിരിക്കുന്ന സമയമുണ്ടല്ലോ, അപ്പം അന്ന് ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ്. പിന്നെ ഈ കാളവണ്ടിയൊക്കെ ഉണ്ടല്ലോ, കാണാൻ എന്താ രസം. ഒക്കെ മരം കൊണ്ട് ഉണ്ടാക്കിയാണ്. കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. കാരണം ഇതാണ് ഒരു കൊറോണ എന്ന് പറയണത്. അതായത് ഫുള്ള് രാജ്യങ്ങളിൽ കൊറോണ ആയില്ലേ. മുകൾ ഭാഗത്ത് കൊറോണ. ഈ മുകൾ ഭാഗത്ത് വെച്ച ഈ സംഭവം പിന്നെ കാറാൻ പോവാട്ടോ, ഇങ്ങനെ കുത്തി കുത്തി വെച്ചിട്ടുള്ളതേ. പിന്നെ അതിൻ്റെ സൈഡിൽ കണ്ട സർപ്പം നിൽക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു എന്താ പറയുക, സങ്കല്പം കൂടി വേണമല്ലോ. നല്ല രസമൊക്കെ കണ്ടപ്പോഴേ ഓല് എന്താ പറയുക, പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിലവിളക്ക്, ഇത് മരമാണത്രേ. എന്നിട്ട് പിന്നെ ഗോൾഡൻ ഇങ്ങനെ പെയിൻ്റ് അടിച്ചതാണ്. പിന്നെ ചിരട്ട കൊണ്ടാണ്. ചിരട്ട കൊണ്ട് പിന്നെ കുറേ പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ചിരട്ടയാണ്. ചിരട്ട കൊണ്ടും ഒരുപാട് വെറൈറ്റി ഉണ്ടോ, കപ്പൊക്കെ ഉണ്ടാക്കിയിരിക്കണ്. ഏതായാലും കാണുമ്പോൾ നല്ല രസമാണ് കേട്ടോ. കൈ കൊണ്ടുള്ള പിന്നെ എന്താ പറയുക, കൊത്തുപണികളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ടൈം എടുത്ത് ചെയ്യുന്ന കാര്യമാണല്ലോ. പിന്നെ അക്വേറിയത്തിൻ്റെ മുകളിൽ ഒരുപാട് പരിപാടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഓല് മെഴുകുതിരി കത്തിച്ച് വെക്കുന്ന സംഭവം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതാണ് ഓല് ചിരട്ട കൊണ്ട് മെഴുകുതിരി കത്തിച്ച് വെക്കാൻ വേണ്ടി ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങൾ ഓരോട് യാത്ര പറഞ്ഞു പോന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടതിൻ്റെ സന്തോഷമാണ്. പിന്നെന്താ കാരണം ചോദിച്ചാൽ, നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു ഇതുണ്ടല്ലോ. അങ്ങനെ ഞാനും സുമിയും പോരാനുള്ള ഒരുക്കത്തിലാണ്. സുമിയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. സുമിക്കുട്ടിയാണ് വീഡിയോ എടുക്കുന്ന ആൾ. അപ്പം ഞാനും സുമിക്കുട്ടി മടങ്ങാൻ വേണ്ടി വണ്ടിയൊക്കെ തിരിച്ചിങ്ങനെ പോരാ കേട്ടോ. അപ്പം ഞങ്ങൾ ആ വീട്ടിലേക്ക് തിരിഞ്ഞ് നോക്കി. അപ്പോൾ കണ്ടില്ലേ, വെള്ളം ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബായ്.